പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. പെന്തക്കുസ്ത തിരുനാളാണ്. ഇതിലും നല്ലൊരു പ്രാർത്ഥന നടത്താനില്ല നമുക്ക്. കർത്താവെ, അങ്ങയുടെ ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. ഒരു നവീകരണം ആവശ്യമില്ല എന്ന് ആലോചിച്ച് നോക്ക്. ജീവിതത്തിന്, കുടുംബത്തിന്, ബന്ധങ്ങൾക്ക്, ജീവിതത്തിൻ്റെ വഴികൾക്ക്, ആഗ്രഹങ്ങൾക്ക്, സ്വപ്നങ്ങൾക്കൊക്കെ ഒരു നവീകരണം ആവശ്യമില്ലേ? ആ നവീകരണം ആവശ്യപ്പെടുന്നിടത്തേക്ക് കർത്താവെ, അങ്ങയുടെ ജീവശ്വാസം അയച്ച് ഞങ്ങളെ നവീകരിക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന. പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടാനുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ വേണം ഈ പെന്തക്കുസ്ത തിരുനാൾ ഈ വർഷം നമുക്ക് ആഘോഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരമാണ്. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഈ ആരാധനയുടെ നിമിഷങ്ങൾ. ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മളുടേത് കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാൻ പറ്റുകയും ചെയ്യുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ നിറവിനെക്കുറിച്ചാണ് പെന്തക്കുസ്ത നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. കൗൺസിലിങ്ങിന് വന്നൊരു ചേച്ചിയായിരുന്നു. ഭർത്താവായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. ഒരുപാട് സ്നേഹമൊക്കെ ആയിരുന്നു. അയാൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിട്ടും സ്നേഹം മാത്രമായിരുന്നു. പറഞ്ഞതൊക്കെ പലവട്ടം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്നേഹം കൂടുകയാണ് ചെയ്തത്. പക്ഷേ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അമ്മയ്ക്ക് വയ്യെന്നാണ് പറഞ്ഞത്. ആൾ ജോലി കഴിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്തതാണ്. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണമാണെന്ന് പറഞ്ഞു. നാളത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ വീണ്ടും വീട്ടിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്. അമ്മയ്ക്ക് തീരെ വയ്യ. ആളോട് പറഞ്ഞു, ഈ രാത്രി ഇപ്പോൾ ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, നാളെ രാവിലെ ചെല്ലാം. പക്ഷേ രാവിലെ ആകാനായിട്ട് അമ്മ കാത്തു നിന്നില്ല. വെളുപ്പിനെ ഫോൺ വരുന്നുണ്ട്. ഉറക്കച്ചടവോടുകൂടെ കാറെടുത്ത് ഇയാൾ ഭാര്യയെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അമ്മ മരിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അതോടുകൂടെ ഈ മനുഷ്യനോടുള്ള സ്നേഹം അങ്ങാടില്ലാതായിപ്പോയി. അതിപ്പോഴും ശരിയാവുന്നില്ല. എൻ്റെ ഉള്ളിലെ സങ്കടം എന്താണെന്ന്, അമ്മയെ അവിടെ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിരുന്ന ചിന്തകളും പ്രാർത്ഥനകളും എന്താണെന്ന്, ഒന്ന് വീട് വരെ പോകാമെന്ന് നിർബന്ധിച്ചിട്ട് പോലും മനസ്സിലാവാഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതൊക്കെ മനസ്സിലായില്ലല്ലോ. കൂടെയുള്ളവരുടെ ഭാഷകൾ മനസ്സിലാക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് ഇനിയും ആത്മാവിൻ്റെ അഭിഷേകം ആവശ്യമുണ്ട്. പറഞ്ഞത് കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. പറയാത്തത് പോലും കേൾക്കേണ്ട ഒരിടമായിട്ടുള്ള കുടുംബത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞതുപോലും മനസ്സിലാക്കാത്ത നമ്മുടെ കുടുംബങ്ങളിലേക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ പറയാതെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലാക്കുന്ന ഇടമാക്കി കുടുംബത്തെ മാറ്റണേന്നൊന്ന് പ്രാർത്ഥിക്കണേ. അവിടേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ അയാൾ പറയുന്നതിന് മുന്നേ അയാളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന, അയാളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, ആശ്വസിപ്പിക്കാൻ പറ്റുന്ന, ബലപ്പെടുത്താൻ പറ്റുന്ന, കരം പിടിച്ച് അയാളോടുകൂടെ സന്തോഷിക്കാൻ പറ്റുന്ന ആത്മാഭിഷേകത്തിൻ്റെ നിറവ് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ പെന്തക്കുസ്ത തിരുനാളിൽ തരണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് മനുഷ്യന് ഇങ്ങനെ മണ്ണുകൊണ്ട് രൂപം നൽകി, മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞു. എല്ലാം കഴിഞ്ഞ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ട് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസമൂതി. പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസമൂതി. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവൻ നിശ്വസിച്ചുകൊണ്ട് തൻ്റെ ശ്വാസം അവരിലേക്ക് ഊതിക്കൊണ്ട്, ഈ ശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. നവീകരിക്കപ്പെടാൻ വേണ്ടി, കർത്താവെ പുതിയതാക്കപ്പെടാൻ വേണ്ടി ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ മേലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം അയക്കുമ്പോൾ അവർ കരുത്തുള്ള പുതിയ മനുഷ്യരായി മാറുന്നുണ്ട്. ജീവനില്ലാത്ത ഒരു മൺകൂടാരത്തിലേക്ക് ദൈവമായ കർത്താവ് തൻ്റെ ശ്വാസം നിശ്വസിച്ചു കൊടുക്കുമ്പോൾ അവൻ ജീവനുള്ള മനുഷ്യനായി മാറുന്നുണ്ട്.
ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ജീവനുള്ളതായിട്ട് മാറട്ടെ. ധൈര്യമുള്ളവരായി, സ്നേഹമുള്ളവരായി, നവീകരിക്കപ്പെട്ടവരായി, പുതുക്കപ്പെട്ടവരായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഓരോ ഭവനവും ഇങ്ങനെ പരിശുദ്ധാത്മാഭിഷേകത്താൽ ത്രസിച്ചു നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ സ്നേഹമൊക്കെ ഇങ്ങനെ ഒന്ന് വൈബ്രൻ്റ് ആവട്ടെ എന്നേ. പരസ്പരം കുറ്റപ്പെടുത്താനായിട്ട് എത്രയോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കാരണം പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ വല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കണേ? കർത്താവെ, അവിടുത്തെ ആത്മാവിനെ അയക്ക്, സ്നേഹത്തിൻ്റെ ആത്മാവിനെ അയക്ക്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ സ്വർഗീയ സ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ, പുറത്തുനിന്ന് കാണുന്നവരെ സ്വർഗം കണക്കിയ ഒരു വീടെന്ന് പറഞ്ഞ് അസൂയപ്പെടുന്ന കണക്കത്ര സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബം ആശീർവദിക്കപ്പെടാൻ അവിടുത്തെ ആത്മാവിനെ അയക്കണമേ എന്ന്. ഇതുവരെ ഉണ്ടായിരുന്നതായിരുന്നില്ല, ഇനിയുള്ളതാണ് ഞങ്ങളുടെ കുടുംബജീവിതം എന്ന് തോന്നത്തക്ക വിധത്തിൽ, നമുക്ക് തന്നെ തോന്നുന്ന വിധത്തിൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേക വർഷം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. നമ്മുടെ ബന്ധങ്ങളുടെ മേലും, അസ്വസ്ഥത നിറഞ്ഞ കുടുംബങ്ങളുടെ മേലും, അതിൻ്റെ ഓരോ കോണിലും ആത്മാവിങ്ങനെ നിറഞ്ഞ് അഭിഷേകമായി പടർന്ന് നമ്മളിങ്ങനെ സ്വർഗം കണക്കിയ ഒരു വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാക്കി മാറ്റാനായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റും. ആത്മാവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, അവിടുത്തെ ആശീർവാദം ആത്മാവിൻ്റെ അഭിഷേകമായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തണുത്തുറഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയായ ആത്മാവെ കടന്നു വരണമേ. ഈ രാത്രി നമ്മുടെ സ്നേഹം പുതുക്കപ്പെടട്ടെ, നമ്മുടെ ബന്ധങ്ങൾ പവിത്രീകരിക്കപ്പെടട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടും സ്വപ്നത്തോടും കൂടെ വേണം ഉറങ്ങാൻ പോകാൻ. ആത്മാവ് ഇറങ്ങി വരുന്ന രാത്രിയായിരിക്കട്ടെ. കുടുംബങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,